ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആണ് ഗായ്സ്. അപ്പം ഇന്ന് രാവിലെ എണീറ്റപ്പോൾ എനിക്ക് ബിരിയാണി കഴിക്കാൻ ഭയങ്കരമായിട്ട് തോന്നി. ഇതൊരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ്, ഒട്ടും ടൈം എടുക്കില്ല ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഒട്ടും പെട്ടെന്ന് ചെയ്ത് തീർക്കണം എന്ന് വെച്ചിട്ട് ഞാൻ ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ചിക്കൻ കഴുകിയെടുത്ത് അതിനകത്തോട്ട് സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി മുളക് പച്ചമുളക് ഇതും കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മസാല, അതും ഗരം മസാല ഞാൻ മറന്നുപോയി കാണിക്കാൻ, അതും കൂടി ഇട്ട് ഉപ്പും ചേർത്ത് ഉപ്പിന് ശേഷം നമ്മളിത് സൺഫ്ലവർ ഓയിലാണ്, സൺഫ്ലവർ ഓയിലും പിന്നെ കുറച്ച് നെയ്യ്. ഞാൻ നെയ്യിൽ മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ. ഇന്ന് സൺഫ്ലവർ ഓയിൽ ഇടുന്നപ്പോൾ ഞാൻ വെച്ചാൽ അതും കൂടി കുറച്ച് ഒഴിക്കാമെന്ന്. അങ്ങനെ അതും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ അങ്ങോട്ട് നല്ല പോലെ അതിനെ മിക്സ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മളെ കൈ കൊണ്ട് നല്ല പോലെ ഞെവിടി അതിനെ ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഗൈസ് ഞാൻ പെട്ടെന്ന് ഓർത്തത് ഞാൻ എടുത്തു വെച്ചൊരു സാധനം മറന്നു പോയല്ലോ എന്ന്. അങ്ങനെ ഞാനൊരു ഹാഫ് ലെമണും കൂടി അതിനകത്തൊരു സ്ക്യൂസ് ചെയ്തിട്ട് ഇട്ട് കൊടുത്ത് അതിന് ശേഷം ഇനി നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്യണം. പിന്നെ അതൊരു ഉപ്പൊന്നും ഇട്ട് കൊടുക്കണ്ട, നല്ല പോലെ മിക്സ് ചെയ്തിട്ട് അതൊരു അരമണിക്കൂറത്തേക്ക് നമുക്കൊന്ന് മാറ്റി അങ്ങോട്ട് പുറത്ത് തന്നെ വെച്ചിരുന്നത്. വേണമെങ്കിൽ ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. ഫ്രിഡ്ജിലോട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മസാല പിടിക്കും. ഞാൻ മസാല പിടിക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചില്ല. ഞാൻ കുറച്ച് അങ്ങോട്ടൊന്ന് മാറ്റി വെച്ചതിന് ശേഷം കുക്കറിനകത്തോട്ട് കുറച്ച് വെള്ളമൊന്ന്, എനിക്ക് 1 കപ്പ് റൈസ് ഞാൻ എടുത്തിട്ടുണ്ട്, അപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിനകത്തോട്ട് ഇന്ന് എനിക്ക് ക്യാരറ്റ് ഇടാൻ തോന്നി. ക്യാരറ്റും കുറച്ച് സവാളയും കൂടി ഞാൻ ചോപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിനകത്തോട്ട് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇത് മിൽമയുടെ നെയ്യാണ്, ഞാൻ കാണിച്ചു തരാം. മിൽമയുടെ നെയ്യ് അല്ലെങ്കിൽ മുരളിയുടെ നെയ്യ്, ഇത് രണ്ടുമാണ് എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഞാൻ മേടിക്കത്തുള്ളൂ. അതും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ കഴുകി വെച്ചിരുന്ന അരിയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് അടച്ച് ഒറ്റ വിസിൽ അത് റെഡി ആയിക്കോളും. വിസിലെല്ലാം പോയതിന് ശേഷം പോയി കുക്കർ തുറക്കാവും. ഇപ്പം നമ്മൾ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്, പോയി കുക്കറൊന്നും തുറന്ന് കളയല്ലേ. അതിന് ശേഷം ഞാൻ അതെല്ലാം റെഡി ആകുന്നപ്പോഴത്തേക്ക് ചുമ്മാ ഒന്ന് ദമ്മിടാൻ കരുതി. ദമ്മിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഒന്ന് ദം ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഞാൻ വേറൊരു പാത്രം എടുത്തിട്ട് അതിനകത്തോട്ട് ആദ്യം എൻ്റെ ചിക്കൻ എല്ലാം ഒന്ന് മാറ്റി അതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് റൈസ് ഇട്ടു. പിന്നെ കുറച്ച് കൊറിയാണ്ടർ ലീവ്സ്, പിന്നെ കുറച്ച് മിൻറ്റ് ലീവ്സ്. ഇത് മിൻറ്റ് ഞാൻ ഫ്രോസൺ ചെയ്ത് വെക്കുന്നതുകൊണ്ടാണ്, ഫ്രീസാക്കി വെക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കറുത്ത കളർ, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ.